കൃത്യത കൃഷിയിൽ മുന്നേറ്റം. ചേലക്കരയുടെ കാർഷിക മേഖല തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി അഥവാ ഓപ്പൺ പ്രിസിഷൻ ഫാർമിംഗ് രീതിയിൽ മുന്നേറുകയാണ്. ആവശ്യാനുസരണം മാത്രം വെള്ളവും വളവും നൽകിയാൽ മതിയെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കടുത്ത വേനൽ, ജലദൗർലഭ്യം, രോഗകീടാക്രമണങ്ങളുടെ വർദ്ധിത ആക്രമണങ്ങൾ തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനാകാതെ കർഷകർ വലയുമ്പോഴാണ് തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി കർഷകർക്ക് മുതൽക്കൂട്ടാകുന്നത്. ജലദൗർലഭ്യം ഏറെ അനുഭവപ്പെടുന്ന പ്രദേശത്തെ കർഷകർക്കാണ് ഈ കൃഷിരീതി ഏറെ ഗുണകരമാകുക. ഡ്രിപ്പ് വഴിയുള്ള ജലസേചനം, വളപ്രയോഗം, തടം പ്ലാസ്റ്റിക് കവറിംഗ് എന്നിങ്ങനെ ചേർന്നതാണ് കൃത്യത കൃഷി. ഒരു പ്ലോട്ടിൽ 100 ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെടിക്ക് 40 ലിറ്റർ വെള്ളം പ്രതിദിനം വേണമെന്ന് കരുതുക. അപ്പോൾ ഒരു ദിവസം 100 ചെടികൾക്കായി 4000 ലിറ്റർ വെള്ളം വേണ്ടിവരും. ഒരാഴ്ചയിൽ 4 തവണയെങ്കിലും അടിക്കേണ്ടി വരികയാണെങ്കിൽ 16000 ലിറ്റർ വെള്ളം വേണ്ടിവരും. പക്ഷേ കൃത്യത കൃഷിയിലാണെങ്കിൽ ഒരാഴ്ചയിൽ 3500 ലിറ്റർ മാത്രമേ വേണ്ടിവരൂ. പ്രതിദിനം വെള്ളം നൽകാനുമാകും. കർഷകരെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതിയും വെള്ളവും വളരെയധികം ലാഭം നേടാനും ഇതിലൂടെ ഉപകരിക്കും. മറ്റൊരു സവിശേഷത കൃഷിയിടങ്ങളിൽ പച്ചപ്പ് നിലനിർത്താൻ കഴിയുന്നുവെന്നതാണ്. അടക്കോടുള്ള ഒലിപ്പുറം പച്ചക്കറി ക്ലസ്റ്റർ ഒരു പടി കൂടി മുന്നിൽ കടന്നിരിക്കുകയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഉണക്കിയ പച്ചക്കറികൾ വിപണനത്തിന് എത്തിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ, കൃഷി ഓഫീസർ CR രേഖ എന്നിവർ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തി കർഷകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി.